ഹലോ എവരി വൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ എഡ്യൂക്കേഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സൗജന്യ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെയാണ് ഷാഡോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അതിനായി ഏറ്റവും മികച്ച ഒരു കൂട്ടം അധ്യാപകരെയും ഷാഡോ നിങ്ങൾക്കായി ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് ശരത്, ഞാൻ എടുക്കുന്നത് ഫിസിക്സ് എന്ന സബ്ജക്റ്റാണ്. +1 ഫിസിക്സിൻ്റെ ഏറ്റവും ആദ്യത്തെ സെഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ടു ദ ഫിസിക്സ് ക്ലാസ്. സോ +1 ഫിസിക്സിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം 10th വരെ പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് +1 ഫിസിക്സ്. അല്ലെങ്കിൽ +1ലുള്ള സയൻസ് ഗ്രൂപ്പ് എടുത്ത് വരുന്ന കുട്ടികൾക്ക് +1ലുള്ള മറ്റ് സബ്ജക്റ്റുകളും, ഫിസിക്സ് മാത്രമല്ല കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ ഒരു ഉയർന്ന ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു സിലബസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഉറപ്പായും നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിന് നമുക്ക് ഷാഡോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ +1 ഫിസിക്സിൻ്റെ ചാപ്റ്ററിലേക്ക് ആദ്യം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ആദ്യം വരുന്നത്. അതിനു മുമ്പ് +1 ഫിസിക്സിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 10th വരെ സയൻസ് പഠിച്ചു, അതിൽ ഫിസിക്സ് പഠിച്ചു. അതിൽ നിന്ന് +1ലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ അത് പഠിച്ചെടുക്കാം ഈസി ആയിട്ട്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതായത് നമുക്ക് എന്തൊക്കെയാണ് +1ൽ ഫിസിക്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ +1 സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും റെഡി ആയിരിക്കുക. ഒരു നോട്ട്ബുക്കും ഒരു പെന്നും കയ്യിൽ എടുത്തിരിക്കുക. ഓക്കെ, അപ്പോഴല്ലേ നമുക്കത് കൃത്യമായി നോട്ട് ചെയ്യാനും അത് പിന്നീട് എടുത്ത് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ട് വന്നിരുന്നേ. ക്ലിയർ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും എന്ന് കരുതി നോട്ട് എടുക്കാതിരിക്കരുത്, അല്ലെങ്കിൽ നോട്ട്സ് എഴുതി എടുക്കാതിരിക്കരുത്. ക്ലാസ്സുകൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി പോവുകയാണെങ്കിൽ, എന്നിട്ട് സെക്കൻഡ് ടൈം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ആ നോട്ടും കൂടെ വെച്ചിട്ട് ആ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആ പഠന പ്രക്രിയ എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റഡി പ്രോസസ്സ്, അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ നമ്മളുടെ ക്ലാസ്സുകൾ +1 ഫിസിക്സ് നമ്മൾ ആരംഭിക്കുകയാണ്. +1 ഫിസിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 60 മാർക്കാണ് റിട്ടൺ എക്സാമിൽ വരുന്നത് അല്ലേ. ആ എക്സാമിലേക്ക് പോയില്ല, എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്നും പോകുന്നില്ല. എന്നാലും ഒരു ഓവർവ്യൂ എന്നുള്ളേക്ക് നമുക്ക് ഔട്ട് ഓഫ് 60 ആണ് നമ്മുടെ എക്സാം ഒക്കെ വരുന്നത്. ദെൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കാണ്, അത് നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈനിലും അതിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു 14 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന 60 മാർക്ക് എക്സാമിൽ സ്കോർ ചെയ്യേണ്ടത്. അത് കൂടാതെ നിങ്ങൾക്കൊരു 20 മാർക്ക്, ഒരു 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് കിട്ടാനുണ്ട്. +2ലേക്ക് കിടക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടും ഒരു 40 മാർക്ക് വരും. അവിടെയും ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക്, ഒരു CE മാർക്ക്, ഒരു 20 മാർക്ക് വരാനുണ്ട്. അങ്ങനെ മൊത്തത്തിലാണ് ഒരു 200 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അതായത് +1ലെ ഒരു 60 മാർക്ക് റിട്ടൺ എക്സാമും +2ലെ ഒരു 60 മാർക്ക് റിട്ടൺ എക്സാമിലും വാങ്ങാനുണ്ട്. അങ്ങനെ 120. ബാക്കിയുള്ളത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണ്ടിന്യൂസ് ഇവാലുവേഷനിലും പ്രാക്ടിക്കലിലും കിട്ടും. അപ്പോൾ +1ൽ നിന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 60 മാർക്കാണ് അല്ലേ. ഈ 60 മാർക്ക് മുഴുവനായും വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മൾ നന്നായി പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു A+ വരെ എത്തിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. ഫുൾ മാർക്ക് 60 ഔട്ട് ഓഫ് 60 അത് നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ എന്ത് ഈ പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുമെന്ന്. എല്ലാവർക്കും വാങ്ങാം. ഇവിടെ നിന്ന് ഷാഡോയിലത്തെ ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ക്ലാസ്സുകൾ തരുന്ന എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്കും വാങ്ങാൻ സാധിക്കും. അതെങ്ങനെയാണ്? ചാപ്റ്റർ പഠിക്കുമ്പോൾ, അതിൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നമുക്കൊരു എക്സാം ഹാളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യണം, അതിനെങ്ങനെ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക്, അതിൻ്റെ ഫുൾ വെയിറ്റേജും നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഒരു ഹൈ സ്കോർ അല്ല, ഫുൾ മാർക്ക് തന്നെയാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക്. ഓക്കെ, അത് എങ്ങനെ കിട്ടും ഞാൻ ക്ലാസ് പറയുമ്പോൾ പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് ഒരു നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുള്ള എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിനകത്ത് ഒരു 1 മാർക്ക് സെഗ്മെന്റ് ഉണ്ടാവും അല്ലേ. ദെൻ ഒരു 2 മാർക്ക് സെക്ഷൻ കാണും.
3 മാർക്കിൻ്റെ ഒരു സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ ഡി എന്നൊക്കെ പറഞ്ഞ് കാണും അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് വരുന്ന. അതിലെല്ലാത്തിലും 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കാണില്ലേ. അതായത് 1 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ 12 ക്വസ്റ്റ്യനോ മറ്റോ കാണും പല എക്സാമുകളിലും പല രീതിയിൽ. അല്ലെങ്കിൽ ഒരു 3 മാർക്കിൻ സെക്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നൊരു 5 എണ്ണം എഴുതാൻ പറയും. ഇതൊക്കെയല്ല അതിൻ്റെ രീതികൾ. അതായത് 60 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മാർക്കല്ല, ഒരു നിയർലി 75 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും. അതിൽ നിന്നാണ് നമ്മൾ ഈ 60 മാർക്ക് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് അല്ല, നമുക്ക് വളരെ ഈസിയായി നമുക്കത് സ്കോർ ചെയ്യാം. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചാപ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത് നമ്മളുടെ ക്ലാസ്സുകളെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്കോറൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളുടെ സിലബസിലേക്ക് വരാം. നമ്മളുടെ +1 ഫിസിക്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു 14 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. +1 ഫിസിക്സിൽ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 14 ചാപ്റ്റേഴ്സിൽ ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് എത്ര മാർക്ക് ഉണ്ട്, നമ്മളത് എത്രയൊക്കെയാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെ നമുക്ക് ഇനി പുതിയതായിട്ട് പഠിക്കാനുണ്ട്, എല്ലാം നമ്മൾ ഒരു കാലത്ത് ഈ 10ാം ക്ലാസ് വരെ പഠിച്ചതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അതിനകത്തൊക്കെ തന്നെയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതാണ് +1ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 9th-ലും 8th-ലും ഒക്കെ പഠിച്ച് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് റീകളക്ട് ചെയ്യേണ്ടി വരും ഒരാവശ്യം വരുമ്പോൾ അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 10ാം ക്ലാസ് വരേക്കും മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, +1 മുതൽ നമ്മൾ പഠിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് പറയേണ്ടി വരും. ഏതെങ്കിലും ടെക്നിക്കൽ ടേംസ്, ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായും അത് നോക്കി അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാ വേർഡ്സും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് എന്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ടൈം കേട്ടൊരു വേർഡ് നിങ്ങൾക്ക് അറിയാത്ത ഒരു പുതിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നിങ്ങളത് മലയാളത്തിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോണേ. നമ്മൾ ക്ലാസ്സുകൾക്കകത്ത് ടെക്നിക്കൽ ടേംസ് എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും ഉപയോഗിക്കുക. അതിൻ്റെ കാരണം നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇംഗ്ലീഷിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നോക്കൂ, നമുക്ക് ഇതിനകത്ത് +1ലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ന്യൂട്ടൻ്റെ ലോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ, ഫോഴ്സ്, വർക്ക്, എനർജി, ഹീറ്റ്, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. +1 ഫിസിക്സ് മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനൊക്കെ മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ്സും മെഷർമെൻറ്റ്സും എന്താണ്, എങ്ങനെയാണ്, എന്തിനാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ജനറൽ കോൺസെപ്റ്റിലാവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ജനറലി ആയിരിക്കും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ഫിസിക്സിനെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും കുറച്ചും കൂടെ പ്രോപ്പറായി സയൻറ്റിഫിക് ആയി നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനൊരു യൂണിഫോമിറ്റി വേണം. കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് കൃത്യമായ യൂണിറ്റ്സ് പറയേണ്ടി വരുന്നത്, കൃത്യമായ മെഷർമെൻറ്റ്സ് പറയേണ്ടി വരുന്നത്. നമ്മളൊരു ലെങ്ത്ത് പറയുമ്പോൾ അല്ലേ, നമ്മുടെ റൂമിൻ്റെ സൈസൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും 10x12, അല്ലെങ്കിൽ 12x11, അല്ലെങ്കിൽ 12x13 എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അത് ഫീറ്റ് കണക്കാണ്, അടി കണക്കാണ് പറയുന്നത് അല്ലേ. നമ്മുടെ വീട്ടിലൊരു റൂം എന്ന് പറയുന്നത് 10x12 എന്ന് പറഞ്ഞാൽ 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു റൂമിൻ്റെ സൈസ് പറയുന്ന. അവിടെ ആ മെഷർമെൻറ്റ് ഫീറ്റ് ആയിരുന്നു, അടിയായിരുന്നു. നമ്മളത് സെൻറ്റിമീറ്ററിലാണ്. നമുക്ക് സ്കൂളിലൊക്കെ നമ്മളെ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ആ 10x12 10 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററാണെന്ന് പറയാൻ പാടുണ്ടോ? അല്ല, അവിടെ അത് ഉപയോഗിക്കുന്നത് ഫീറ്റിലായിരുന്നു. ഇനി അത് തന്നെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര മീറ്റർ ആയിരിക്കും വരിക? 10 മീറ്റർ കാണില്ല അല്ലേ. നമ്മുടെ ഒരു റൂമിൻ്റെ ലെങ്ത്ത് 10-12 മീറ്റർ ഒന്നും കാണില്ല, 2-3 മീറ്ററേ കാണും. അപ്പോൾ അവിടെ, അല്ലെങ്കിൽ 4 മീറ്റർ മാക്സിമം, 4-5 മീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മീറ്ററിലേക്ക് മാറി. അപ്പോൾ ആ വാല്യൂ മാറി, 12ൽ നിന്ന് 4ലേക്ക് വന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏത് യൂണിറ്റിലാണ് നമ്മൾ ആ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പറയുന്ന ഇൻഫർമേഷൻ യൂണിവേഴ്സൽ ആവുള്ളൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആവണമെങ്കിൽ അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നവർ എന്ത് ചെയ്യണം?
ഒരേ യൂണിറ്റിൽ പറയണം, ഒരേ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യണം നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സിനെ. അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. വിട്ടുപോകാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ സയൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, സയൻസ് സബ്ജക്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ യൂണിറ്റുകളും മെഷർമെൻറ്റ്സുകളും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഏകദേശം ഓക്കെ ആയ പോരാ, പെർഫെക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സയൻസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമുക്ക് +1 4 മാർക്കിനാണ് ഈ ചാപ്റ്റർ വരുന്നത്. 4 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. അതിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയി, കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ച് വെക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ്. ഈ 14 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് 4 മാർക്കുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ വെയിറ്റേജ് അല്ല. ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന മാർക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഓക്കെ, ആ 4 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നൊക്കെ നമ്മൾ പറയും. 1 ഡയമെൻഷൻ മോഷൻ എന്നും നമ്മൾ പറയും. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. ആ ചാപ്റ്ററിൽ നമുക്ക് 5 മാർക്കുണ്ട്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എഴുതി പോകുന്നില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്ന ഒരു ലൈനിലൂടെ, സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സ്പീഡ്, വെലോസിറ്റി, അത്തരം കാര്യങ്ങൾ. ഓക്കെ, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 9th അതിന് മുമ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടോപ്പിക്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ 9th പഠിച്ചിട്ടുള്ള മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റിയാൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിക്കും. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കൊരു 5 മാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തേർഡ് ചാപ്റ്റർ വരുന്ന നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനിലാണെങ്കിൽ 2 ഡയമെൻഷനിലാണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല, നേരെ മുകളിലേക്ക് തന്നെ ആവണമെന്നില്ല, കുറച്ച് അങ്ങോട്ട് പോകാല്ലേ, ഒരു റെയിൻബോയുടെ ഷേപ്പിലൊക്കെ അതിനൊരു പാത്ത് ഉണ്ടാവാം. അപ്പോൾ അവിടെ 2 ഡയറക്ഷനിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് കാണിക്കാൻ സാധിക്കും. മുകളിലേക്കും പോവും, ദെൻ മുമ്പിലേക്കും പോകുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ആർക്ക് രീതിയിലൊക്കെയുള്ള മോഷനൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മോഷനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊരു ചാപ്റ്റർ വരുന്നു. നമുക്ക് അവിടെ 6 മാർക്ക് ആ ചാപ്റ്ററിൽ നിന്നുണ്ട്. തേർഡ് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കുണ്ട്, 6 മാർക്ക്. എത്ര മാർക്ക് വീതം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട്ബുക്കിൽ ഇപ്പോൾ നോട്ട് ചെയ്യണമെന്നില്ല. അതായത് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സിലബസ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിനിൽ നമുക്ക് 6 മാർക്കുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത 4th കഴിഞ്ഞാൽ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. ഫോർത്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ന്യൂട്ടന്റെ 3 ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ന്യൂട്ടന്റെ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് ഒന്നുകൂടെ പഠിക്കണം. ന്യൂട്ടന്റെ ലോസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോഴ്സിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. അവിടെ നിന്ന് നമുക്ക് 6 മാർക്ക് തന്നെ വരുന്നുണ്ട്. മോഷന്റെ പ്ലെയിനിലും 6 മാർക്ക്, ലോസ് ഓഫ് മോഷനിലും 6 മാർക്ക്, 6 മാർക്സ് നമുക്ക് അവിടെയും വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതായിരിക്കും? വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതേ പേരിൽ നമ്മൾ 9th ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ വർക്ക് എനർജി പവറിനകത്ത് ഈ പറയുന്ന പോലെ, ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ വർക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എനർജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പവറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷനുകൾ, അതിൻ്റെ യൂണിറ്റുകൾ, അതിൻ്റെ മെഷർമെൻറ്റ്സ്, അതൊക്കെ നമ്മൾ അവിടെ ഡീൽ ചെയ്യും. 5 മാർക്കാണ് ആ ചാപ്റ്ററിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാം, എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഹൈസ്കൂളിൽ പഠിച്ച് പരിചയമുള്ള ടോപ്പിക്കുകളല്ലേ, എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കല്ലേ, ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമുക്ക് ഇതേ ക്ലാരിറ്റിയോടെ പഠിക്കാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് 6th ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ ആയിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അതേപോലെ ഒരു പാർട്ടിക്കിളിന് പകരം ഒരു സിസ്റ്റം, ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇതേ പറഞ്ഞ സ്പീഡ്, വെലോസിറ്റി, അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെ ഡിസ്കഷനിൽ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതും ഇതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എർത്ത്, മൂൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനും 5 മാർക്കാണ്.
ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് 2 പാർട്സ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഈ ഒരു 6 ചാപ്റ്റേഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് ഇത്രയും മാർക്കുകൾ വരുന്നുണ്ട്. റൈറ്റ്, അത്രയും ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ?